നമസ്കാരം. അപ്പോ നിങ്ങൾ നൽകിയ ഈ സ്രോതസ്സുകളിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായി തോന്നാം, പക്ഷേ എന്താണ് ഏറ്റവും നല്ലത്, അഥവാ ദ ബെസ്റ്റ്? ഖുർആനിലെ അഹ്സൻ, അസ്ക പോലുള്ള വാക്കുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ തന്ന ഈ കുറിപ്പുകൾ അതിന് വളരെ വ്യക്തമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ പോയി ഏറ്റവും നല്ല ഷർട്ട് തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല, അല്ലേ? അല്ല, തീർച്ചയായുമല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതെ. ഈ സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഖുർആനിലെ ഏറ്റവും നല്ലത് എന്നത് അത് നമ്മുടെ ഇഷ്ടമോ സന്തോഷമോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ അല്ല. ഓക്കേ. മറിച്ച് ദൈവികമായ മാർഗദർശനത്തോടും അടിസ്ഥാനപരമായ സത്യത്തോടും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്താണോ അതാണ്. ശരി. ലക്ഷ്യം. ഈ നിർവചനത്തിന്റെ ഓരോ അടരുകളെയും ഒന്ന് വേർതിരിച്ചെടുക്കുക. അത് നമ്മുടെ നിത്യജീവിതത്തിലെ തീരുമാനങ്ങളിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് കണ്ടെത്തുക. പിന്നെ ഏത് പ്രതിസന്ധിയിലും ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക മാർഗം പരിചയപ്പെടുക. ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു സാഹചര്യം സങ്കല്പിച്ചാലോ? നല്ലതാണ്. നമ്മളെല്ലാവരും ഭാഗമായ ഒന്നാണ് കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ. അവിടെ ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നു എന്ന് കരുതുക. സംസാരം പതിയെ ചൂടുപിടിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കെത്തുന്നു. സാധാരണ സംഭവിക്കുന്നതാണ്. അതെ. കൂട്ടത്തിലൊരാൾ നിങ്ങളെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന തികച്ചും തെറ്റായ ഒരു കാര്യം പറയുന്നു. ആ നിമിഷം നിങ്ങളുടെ മുന്നിൽ പല വഴികളുണ്ട്. നമുക്ക് ഈ സാഹചര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാം. ശരി. നിങ്ങളുടെ കുറിപ്പുകൾ ഏറ്റവും നല്ലതിനെ 6 പ്രധാന തത്വങ്ങളായി വിഭജിക്കുന്നുണ്ട്. അതിലാദ്യത്തേത് ഏറ്റവും നല്ലത് എന്നത് ആശയക്കുഴപ്പമല്ല, മറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശമാണ് നൽകുന്നത് എന്നതാണ്. വളരെ ശരിയാണ്. പലപ്പോഴും നമുക്ക് മുന്നിൽ ഒരുപാട് ശരികളുണ്ടാകാം. പക്ഷേ അതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുമോ? അതാണ് ചോദ്യം. ചിലപ്പോൾ ചില ശരികൾ നമ്മളെ കൂടുതൽ സംശയത്തിലേക്കും തർക്കങ്ങളിലേക്കും കൊണ്ടുപോയേക്കാം. ഇവിടെയാണ് അഹ്സൻ അഥവാ ഏറ്റവും നല്ലത് പ്രസക്തമാകുന്നത്. ഓക്കെ. ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് എന്നത് ഏറ്റവും വ്യക്തമായി നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഉദാഹരണമെടുത്താൽ, നിങ്ങളെ ആക്ഷേപിച്ച ആൾക്ക് അതേ നാണയത്തിൽ നല്ല ബുദ്ധിപരമായ ഒരു മറുപടി കൊടുക്കുന്നത് ഒരുപക്ഷെ തർക്കത്തിൽ നിങ്ങളെ ജയിപ്പിച്ചേക്കാം. പക്ഷേ അത് ആ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അത് കൂടുതൽ ആശയക്കുഴപ്പമാണുണ്ടാക്കുന്നത്. ശരിയാണ്. എന്നാൽ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ ആ വിഷയം അവിടെ നിർത്താൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ഒരുപക്ഷെ ആ സാഹചര്യത്തിന് വ്യക്തതയും സമാധാനവും നൽകിയേക്കാം. അതാണ് ഏറ്റവും നല്ല മാർഗദർശനം. അടുത്ത പോയിന്റ് അസ്ഹാബുൽ കഹഫിന്റെ കഥയിൽ നിന്നാണ്. അവർ ഗുഹയിൽ നിന്നുണർന്ന ശേഷം ഭക്ഷണം വാങ്ങാൻ പോകുമ്പോൾ അസ്ക തആമൻ, അതായത് ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണം കൊണ്ടുവരാനാണ് പറയുന്നത്. അതെ. എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും രുചിയുള്ളത് എന്നോ വില കൂടിയതെന്നോ പറയാതിരുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. അസ്ക എന്ന വാക്കിന് ശുദ്ധമായത്, വൃത്തിയുള്ളത്, ഏറ്റവും കുറഞ്ഞ ദോഷം ചെയ്യുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അവർ വർഷങ്ങളായി ഒളിച്ചു കഴിയുന്നവരാണ്. ശരിയാണ്. പുറത്തുപോയി ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നതോ ആയ ഭക്ഷണം വാങ്ങുന്നത് അവരെ അപകടത്തിലാക്കിയേക്കാം. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത മാനദണ്ഡം സുരക്ഷയും പരിശുദ്ധിയുമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഓപ്ഷൻ. ഓക്കെ. അപ്പോ രണ്ടാമത്തെ തത്വം അതാണ്. ഏറ്റവും നല്ലത് ഏറ്റവും കുറഞ്ഞ ദോഷം ചെയ്യുന്നതാണ്. കൃത്യം. ആഡംബരമോ വലുപ്പമോ അല്ല, മറിച്ച് പ്രത്യാഘാതങ്ങൾ ഏറ്റവും കുറഞ്ഞതേതാണോ അത്. ഈ തത്വം മനുഷ്യബന്ധങ്ങളിൽ വരുമ്പോഴാണ് അടുത്ത ആശയം വരുന്നത്. തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക. ഇതിന്റെയും ലക്ഷ്യം ഒന്നുതന്നെയാണോ? ദോഷം കുറയ്ക്കുക എന്നത്. അതെ, ലക്ഷ്യം അതുതന്നെ. ഇതൊരു വലിയ ആശയമാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഉദാഹരണത്തിലേക്ക് തിരികെ വരാം. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു. അതൊരു തിന്മയാണ്. അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതൊരു ഓപ്ഷനാണ്. പക്ഷേ ഏറ്റവും നല്ലത് അതായിരിക്കണമെന്നില്ല. പ്രതികരിക്കുമ്പോൾ ആ തിന്മയെ ഇല്ലാതാക്കുന്ന, ആ സാഹചര്യത്തെ നന്മയിലേക്ക് തിരിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ പ്രതികരണം. ഉദാഹരണത്തിന് അത് ചിലപ്പോൾ ക്ഷമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വകാര്യമായൊരു സന്ദേശമയച്ച്, നിങ്ങൾ പറഞ്ഞതെന്നെ വേദനിപ്പിച്ചു, നമുക്കീ വിഷയം ഇവിടെ നിർത്താം എന്ന് പറയുന്നതായിരിക്കാം. ഇത് ശത്രുത വളർത്തുന്നില്ല, എന്നാൽ നിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊരു ആദർശം മാത്രമല്ലേ?
ദേഷ്യം വന്നിരിക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ? നമ്മുടെ ആദ്യത്തെ ചിന്ത അവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുക എന്നതായിരിക്കില്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ളത് എന്നല്ല. ശരിയാണ്. ഇതിന് പരിശീലനം ആവശ്യമാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദേഷ്യത്തിൽ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? തർക്കം കൂടുന്നു, കുടുംബബന്ധം വഷളാകുന്നു, നിങ്ങളുടെ മനസ്സമാധാനം പോകുന്നു. എന്നാൽ ശാന്തമായി ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ആ ബന്ധം നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ പ്രശ്നം അവിടെ അവസാനിച്ചേക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏതാണ് നല്ലത്? സ്വകാര്യ സന്ദേശം അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനമാണല്ലോ. അവിടെയാണ് സംസാരത്തെക്കുറിച്ചുള്ള അടുത്ത പോയിന്റ് വരുന്നത്. ഏറ്റവും നല്ലത് പറയുക. അതെ, സത്യവും മാന്യതയും ഒരേ സമയം സംരക്ഷിക്കുന്ന സംസാരം. അതെങ്ങനെയാണ്? ചിലപ്പോൾ സത്യം പറയുമ്പോൾ അത് കുറച്ച് പരുഷമായി പോകില്ലേ? പോകാം. പക്ഷേ ഏറ്റവും നല്ല സംസാരം ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഉദാഹരണത്തിൽ നിങ്ങളൊരു വിഡ്ഢിയാണ് എന്ന് പറയുന്നതിന് പകരം ഓക്കേ, നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു, അത് വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ടാക്കി എന്ന് പറയുന്നത് സത്യവുമാണ്, മാന്യവുമാണ്. അത് കേൾക്കുന്നയാൾക്ക് സ്വയം പ്രതിരോധിക്കാൻ തോന്നുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു അവസരം നൽകുന്നു. ഈ പറഞ്ഞതുപോലെ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാനും തിന്മയോട് നന്മ കൊണ്ട് പ്രതികരിക്കാനുമൊക്കെയുള്ള തീരുമാനം അത് നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ വരുന്നത്. അതെ. ഇത് നിങ്ങളുടെ കുറിപ്പുകളിലെ അടുത്ത പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്നു. മനുഷ്യന്റെ ആത്മാവിന് രണ്ട് വശങ്ങളുണ്ട്, തിന്മയും ഫുജൂർ, തക്വയും. ഇതിൽ തക്വയിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ് ഈ തക്വ എന്ന് കുറച്ചുകൂടി ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. തക്വ എന്നത് നമ്മുടെ ഉള്ളിലെ ആ ശരിയായ ശബ്ദമാണ് എന്ന് ലളിതമായി പറയാം. ഉള്ളിലെ ശരിയായ ശബ്ദമോ? അതെ. ആരും കാണാനില്ലാത്തപ്പോൾ പോലും ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മളെ തടയുന്ന ആ ഒരു ബോധം, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ മോശമായി സംസാരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ആന്തരിക നിയന്ത്രണം. നമ്മുടെ ഈഗോ, ദേഷ്യം, വാശി, ഇതിൻ്റെയെല്ലാം മുകളിൽ നിൽക്കുന്ന നമ്മുടെ ആ ഉന്നതമായ വ്യക്തിത്വം, അവിടെ നിന്ന് വരുന്ന തീരുമാനമാണ് ഏറ്റവും നല്ലത്. ഒരു മിനിറ്റ്, ഈഗോയിൽ നിന്നും തക്വയിൽ നിന്നും വരുന്ന തീരുമാനങ്ങളെ എങ്ങനെ തിരിച്ചറിയും? ചിലപ്പോൾ നമ്മുടെ ഈഗോയെ ശരിയെന്ന് ന്യായീകരിക്കാൻ നമ്മുടെ മനസ്സ് തന്നെ ശ്രമിക്കില്ലേ? നല്ല ചോദ്യമാണ്. ഇത് തിരിച്ചറിയാനൊരു എളുപ്പവഴിയുണ്ട്. എന്താണത്? ഈഗോയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും. അവൻ എന്തു വിചാരിക്കും, എനിക്ക് ജയിക്കണം തുടങ്ങിയ ചിന്തകളായിരിക്കും അതിനു പിന്നിൽ. എന്നാൽ തക്വയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. എന്താണ് ശരി? എങ്ങനെയാണ് സമാധാനമുണ്ടാകുക? ഓക്കേ, അപ്പൊ തക്വയുടെ ലക്ഷ്യം സമാധാനവും നന്മയുമാണ്, ഈഗോയുടെ ലക്ഷ്യം വിജയവും പ്രശംസയുമാണ്. കൃത്യം. ഈ തക്വയിൽ നിന്ന് തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക പെട്ടെന്നുള്ള ലാഭത്തെക്കുറിച്ചായിരിക്കില്ല, അല്ലേ? ദീർഘകാലത്തേക്കുള്ള ഗുണങ്ങളെക്കുറിച്ചായിരിക്കും. അതെ, അതാണ് അവസാനത്തെ പോയിന്റ്. ദീർഘകാല കാഴ്ചപ്പാട്. പരലോകമാണ് കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കുടുംബബന്ധം തകർന്നാൽ അത് വർഷങ്ങളോളം നിലനിൽക്കുന്ന ദുഃഖത്തിന് കാരണമാകും. ശരിയാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം. ഈ പറയുന്ന ഏറ്റവും നല്ലത് എന്നത് ഓരോ വ്യക്തിക്കും മാറുന്ന ഒന്നാണോ, അതോ എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ഒന്നാണോ? ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇതിന് വസ്തുനിഷ്ഠമായ, അതായത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു അടിസ്ഥാനമുണ്ട്. ഉദാഹരണത്തിന് അസത്യത്തേക്കാൾ സത്യം, തിന്മയേക്കാൾ നന്മ, ഈഗോയേക്കാൾ തക്വ. ഇവയെല്ലാം സാർവത്രികമായ തത്വങ്ങളാണ്. ഇത് ആർക്കും ഏത് സാഹചര്യത്തിലും മാറുന്നില്ല. എന്നാൽ അത് പ്രയോഗിക്കുന്ന രീതി ഓരോ വ്യക്തിക്കും മാറാമല്ലേ? അതെ, വളരെ ശരിയാണ്. നിങ്ങളുടെ സാഹചര്യം, കഴിവ്, അറിവ്, മാനസികാവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് ഈ തത്വങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നതിൽ മാറ്റം വരും. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഏറ്റവും നല്ല സംസാരം എന്നത് എന്നെപ്പോലെ പക്വതയുള്ള ഒരാൾക്ക് ശാന്തമായൊരു വിശദീകരണമായിരിക്കാം. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾക്ക് അതേ സാഹചര്യത്തിൽ മൗനമായിരിക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. തത്വം ഒന്നുതന്നെ. ദോഷം കുറയ്ക്കുക, മാന്യത സംരക്ഷിക്കുക. പക്ഷേ പ്രയോഗത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഇതിനിങ്ങനെ ചുരുക്കാം. ഏറ്റവും നല്ലത് = സാർവത്രിക തത്വം പ്ലസ് നിങ്ങളുടെ ഇപ്പോഴത്തെ തക്വ പ്ലസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം. അതെ. പക്ഷെ രണ്ട് വ്യത്യസ്ത ആളുകൾ ഒരേ സാഹചര്യത്തിലെടുക്കുന്ന രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം ഏറ്റവും നല്ലതാകുന്നത്?
തിന്മയെ പ്രതിരോധിക്കുന്ന കാര്യം തന്നെ എടുക്കാം. ഒരുപാട് ക്ഷമയുമുള്ള ഒരാളെയാണ് ആരെങ്കിലും അപമാനിക്കുന്നതെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അത് ക്ഷമിക്കുന്നതായിരിക്കാം അയാൾക്ക് ഏറ്റവും നല്ലത്. ഓക്കെ. ഇപ്പോൾ വ്യക്തമായി, രണ്ട് പ്രവൃത്തികളും വ്യത്യസ്തമാണ്. പക്ഷെ രണ്ടിന്റെയും അടിസ്ഥാന തത്വം ഒന്നുതന്നെ. അതെ, ഏറ്റവും കുറഞ്ഞ ദോഷം വരുത്തുക, കൂടുതൽ നന്മയിലേക്ക് നയിക്കുക. ഒരാളുടെ നന്മ ക്ഷമിക്കുന്നതിനും മറ്റൊരാളുടെ നന്മ സ്വയം പ്രതിരോധിക്കുന്നതിനുമാണ്. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമുക്കിതിലെ ഏറ്റവും പ്രായോഗികമായ ഭാഗത്തേക്ക് കടക്കാം. ഈ തത്വങ്ങളെല്ലാം ഉപയോഗിച്ച് ഏത് സാഹചര്യത്തിലും ഏറ്റവും നല്ല ഓപ്ഷൻ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സെൽഫ് ഡയഗ്നോസിസ് ടൂൾ ഈ സ്രോതസ്സുകളിലുണ്ട്. അതെ, വെറും 7 സെക്കൻഡ് കൊണ്ട് ഉപയോഗിക്കാവുന്ന 7 ചോദ്യങ്ങൾ. ഓക്കെ. നിന്നൊരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നതിനു മുൻപ് സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുക. ആദ്യത്തേത് 1. മാർഗദർശനം. ഈ തീരുമാനം എന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ അതോ എന്റെ മനസ്സമാധാനം കെടുത്തുമോ? രണ്ടാമത്തെ ചോദ്യം അസ്ഹാബുൽ കഹഫിന്റെ കഥയിൽ നിന്ന് വരുന്നതാണ്. 2. ഏറ്റവും കുറഞ്ഞ ദോഷം. ലഭ്യമായ ഓപ്ഷനുകളിൽ എനിക്കും മറ്റുള്ളവർക്കും നമ്മുടെ ബന്ധങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ ദോഷം വരുത്തുന്നത് ഏതാണ്? അതെ, അടുത്തത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന ചോദ്യം. 3. ഈഗോയാണോ കാരണം? ഈ തീരുമാനം വരുന്നത് എന്റെ അഹംഭാവത്തിൽ നിന്നാണോ അതോ എന്റെ തഖ്വയിൽ നിന്നാണോ? നാലാമത്തേത് ദീർഘകാല കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. 4. ദീർഘകാല മൂല്യം. 1 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു ശരിയായ തീരുമാനമായി എനിക്ക് തോന്നുമോ? അഞ്ചാമത്തെ ചോദ്യം ശുദ്ധിയെക്കുറിച്ചാണ്. 5. ഏറ്റവും ശുദ്ധമായത്. എന്റെ ഹൃദയത്തെയും ഉദ്ദേശ്യത്തെയും സംസാരത്തെയും ഏറ്റവും ശുദ്ധമായി നിലനിർത്തുന്ന ഓപ്ഷൻ ഏതാണ്? ആറാമത്തെ ചോദ്യം സംസാരത്തെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനമാണ്. 6. സംസാരമോ മൗനമോ. ഇവിടെ എന്റെ വാക്കുകൾ ഈ സാഹചര്യത്തെ മെച്ചപ്പെടുത്തുമോ അതോ മൗനം പാലിക്കുന്നതാണോ ഏറ്റവും ഉചിതം? അവസാനമായി 7ാമത്തെ ചോദ്യം 7. നല്ല മാറ്റം. ഈ പ്രവൃത്തി 1% ഈ സാഹചര്യത്തെ നല്ലതിലേക്ക് മാറ്റുന്നുണ്ടോ? ഈയിടെ എനിക്കൊരു മെസ്സേജ് വന്നു. അതെന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു. എന്നിട്ട് ഉടനെ മറുപടി അയക്കുന്നതിനു പകരം ഞാൻ ഈ 7 ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. സംസാരമോ മൗനമോ എന്ന ചോദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ മറുപടി നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. ശരി. പിറ്റേന്ന് രാവിലെ ശാന്തമായ മനസ്സോടെ മറുപടി നൽകിയപ്പോൾ അത് ആ സാഹചര്യത്തെ വഷളാക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഈ 7 ചോദ്യങ്ങളെയും ഒറ്റ വരിയിൽ ഇങ്ങനെ ഓർമ്മിക്കാം എന്നീ സ്രോതസ്സുകളിൽ പറയുന്നു. ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പെന്നത് ഉദ്ദേശ്യത്തിൽ ഏറ്റവും ശുദ്ധമായതും പ്രവൃത്തിയിൽ ഏറ്റവും കുറഞ്ഞ ദോഷം ചെയ്യുന്നതും ദിശാബോധത്തിൽ ഏറ്റവും മാർഗദർശനം നൽകുന്നതുമാണ്. അതെ, ഇത് ഓർത്തുവയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉദാഹരണത്തിലേക്ക് വന്നാൽ ദേഷ്യത്തിൽ പ്രതികരിക്കുന്നത് ഉദ്ദേശ്യത്തിൽ ശുദ്ധമല്ല. കാരണം അത് പ്രതികാരമാണ്. അതെ, പ്രവൃത്തിയിൽ ദോഷം ചെയ്യുന്നു, കാരണം ബന്ധം വഷളാക്കുന്നു. മാർഗദർശനം നൽകുന്നില്ല, കാരണം കൂടുതൽ തർക്കത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ശാന്തമായിരിക്കുന്നതോ മാന്യമായി പ്രതികരിക്കുന്നതോ ഈ 3 കാര്യങ്ങളിലും വിജയിക്കുന്നു. കൃത്യം. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഏറ്റവും നല്ലത് എന്നൊരു വാക്കിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നമുക്ക് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തവും പ്രായോഗികവുമായ ഒരു ചട്ടക്കൂട് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും. ഏറ്റവും നല്ലത് എന്നതിനെ ഒരു അവ്യക്തമായ, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ലക്ഷ്യത്തിൽ നിന്നും മാറ്റി ഓരോ നിമിഷവും നമ്മുടെ പ്രവർത്തികളെ മാർഗദർശനം, പരിശുദ്ധി, ദോഷം കുറയ്ക്കൽ തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളുമായി ചേർത്ത് നിർത്താനുള്ള ഒരു പ്രക്രിയയാക്കി ഇത് മാറ്റുന്നു. ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കുകയല്ല, മറിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അതുതന്നെ. ഈ സ്രോതസ്സുകൾ ഏറ്റവും നല്ല ഓപ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ നിങ്ങൾക്കായി ഒരു ചിന്തയിതാം. നിങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ വളരെ പ്രയാസമേറിയതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ത്യാഗം ആവശ്യമായതോ ആണെങ്കിലോ? ഉദാഹരണത്തിന്, സത്യം പറയുന്നത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് നടത്താൻ മാത്രമല്ല, അതിനോടൊപ്പമുള്ള ആ ഒരു മാനസിക സംഘർഷത്തെ തരണം ചെയ്യാനും ഈ ചട്ടക്കൂട് നിങ്ങളെ എങ്ങനെ സഹായിക്കും?